വില്ലനായി അഭിനയം തുടങ്ങിയ നടനാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ഒരുപാട് വില്ലൻ റോളുകൾ, പിന്നീട് സഹനടൻ റോളുകൾ, അനിയൻ റോളുകൾ, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് തുടക്കകാലത്ത് കിട്ടിയിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് നായകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് ഒരു ഹീറോ എന്ന രീതിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമയും ആ വർഷത്തെ മോഹൻലാലിന്റെ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. 1984 മോഹൻലാൽ. ഏകദേശം 25ഓളം സിനിമകളാണ് 84-ല് മോഹൻലാലിൻ്റെതായിട്ട് തിയേറ്ററിൽ റിലീസായത്. അതിൽ ആദ്യത്തെ ഒരു സിനിമ ഒന്നാണ് നമ്മൾ. അന്നത്തെ ഹിറ്റ് മേക്കർ PG വിശ്വനാഥൻ അദ്ദേഹം ഡയറക്ട് ചെയ്ത് ജോൺ പോൾ എഴുതിയ ഒരു സിനിമയാണ്. അത് കലു ഡെന്നിസിന്റെ ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ മമ്മൂട്ടിയും മോഹൻലാൽ, സീമ, ഒരു മൾട്ടി സ്റ്റാർ ഒരു സിനിമ തന്നെയായിരുന്നു. അതിന്റെ മമ്മൂട്ടിക്കായിരുന്നു അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം എന്നുള്ളത്. പിന്നെ അക്കരെ എന്നൊരു സിനിമയുണ്ട്. അക്കരെ സിനിമ KN ശശിധരൻ. ആ ഒരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ അതിലെ പല സീൻസും ഒക്കെ റീൽസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനത് കുറേ കാലം കഴിഞ്ഞ് ഈ അടുത്ത് ഒരിക്കൽ TV-യിൽ വന്നപ്പോഴാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് അത് യൂട്യൂബിലും വീണ്ടും അതിന്റെ കുറെ സീൻസ് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഭരത് ഗോപിയും അതുപോലെ തന്നെ മാധവിയാണ് അതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി, മോഹൻലാൽ, നെടുമുടി വേണു, ശ്രീനിവാസൻ, ഇവരെല്ലാവരും അതിൽ കുറച്ചേ ഉള്ളൂ. പക്ഷെ മോഹൻലാലിന്റെ ഒരു സീനുണ്ട് അതിൽ ഇവരുടെ ഒരു കസിൻ ആയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ക്യാരക്ടറായിരുന്നു മോഹൻലാലിൻ്റെതായിട്ട്. പിന്നെ സ്വന്തം എവിടെ ബന്ധം എവിടെ എന്നൊരു സിനിമ, അത് ശശികുമാർ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ. SL പുരം സദാനന്ദനാണ് അത് എഴുതിയിട്ടുള്ളത്. അതില് മോഹൻലാലും അതുപോലെ തന്നെ ലാലു ലക്സും രണ്ടുപേരും ഏകദേശം ഒരു തുല്യ റോളുകളാണ്. അതിൽ ജോസ് പ്രകാശ് ഉണ്ട്, അടൂർ ബാസി ഉണ്ട്, മേനക ഉണ്ട്. നല്ലൊരു സിനിമ, ഒരു ഫാമിലി സിനിമ എന്നുള്ള രീതിയിൽ അന്നത്തെ കാലത്തെ നല്ല ഒരു സിനിമയിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ വനിതാ പോലീസ് എന്ന സിനിമ. വനിതാ പോലീസ് ആലപ്പി അഷ്റഫാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അത് എഴുതിയത് പ്രിയദർശനാണ്. അതിൽ പ്രേം നസീറും സുകുമാരി, മോഹൻലാൽ, സീമ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പുണ്ണി സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട്. അതിനു മുമ്പ് സത്യനന്ദിക്കാടിന്റെ തന്നെ കുറുക്കന്റെ കല്യാണത്തിൽ മോഹൻലാൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ത്രൂ ഔട്ട് റോൾ മോഹൻലാൽ സത്യനന്ദിക്കാടിന്റെ സിനിമ ചെയ്യുന്നത് അപ്പുണ്ണിയാണ്. അപ്പുണ്ണിയിൽ നെടുമുടി വേണു മേനകയുമാണ് നായിക എന്ന് പറയും. പക്ഷെ മോഹൻലാൽ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് ഒരു ക്യാരക്ടർ തന്നെയാണ് അതിൽ. പിന്നെ അതിരാത്രം, IV ശശിയുടെ സിനിമ. അതിൽ മമ്മൂട്ടിയുടെ താരാദാസാണ് അതിലെ നായകൻ. പക്ഷെ അതിൽ മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറായിട്ട് നല്ലൊരു ക്യാരക്ടറാണ്. ആ IV ശശിയുടെ സിനിമകൾ അന്ന് സ്ഥിരമായിട്ട് മോഹൻലാൽ ഉണ്ട്. അതിൽ മമ്മൂട്ടിയാണ് നായകനെങ്കിൽ കൂടി മോഹൻലാലും നല്ല ഒരു ക്യാരക്ടർ കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു അതിരാത്രം. പിന്നെ ഉണരു സിനിമ മണിരത്നത്തിന്റെ കരിയറിലെ ആദ്യത്തെ സിനിമ. അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതിൽ മോഹൻലാൽ നല്ലൊരു ക്യാരക്ടറാണ്. അത് മോഹൻലാലിന് മാത്രമല്ല, സുകുമാരനുണ്ട്, അതിൽ രതീഷ് ഉണ്ട്, ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലും അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ കളിയിൽ അല്പം കാര്യം, സത്യനന്ദിക്കാടിന്റെ സിനിമ. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ അപ്പുണ്ണി, പിന്നെ കളിയിൽ അല്പം കാര്യം, പിന്നെ അങ്ങോട്ട് സത്യനന്ദിക്കാട് മോഹൻലാലിനെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്തു. ഇതിൽ മോഹൻലാലാണ് നായകനായിട്ടുള്ള ചെയ്തിട്ടുള്ളത്. പക്ഷേ റഹ്മാനും ഉണ്ട് അതിൽ നല്ലൊരു ക്യാരക്ടർ അനിയനായിട്ട്. റഹ്മാന്റെ രണ്ടാമത്തെ സിനിമയാണെന്നാണ് റഹ്മാൻ ഈ അടുത്ത് പറഞ്ഞത്. അതായത് കൂടെ എവിടെ കഴിഞ്ഞിട്ട് റഹ്മാൻ അഭിനയിച്ച സിനിമയാണെന്ന് ഈ അടുത്ത് പറഞ്ഞിരുന്നു. അതിൽ നീലിമ അസീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ജഗതി ശ്രീകുമാർ, ഒരുപാട് പേരുണ്ട്. നല്ലൊരു അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ പൂച്ചക്കുരു മൂക്കുത്തി, പ്രിയദർശന്റെ ആദ്യത്തെ സിനിമ. പ്രിയദർശൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വനിതാ പോലീസൊക്കെ സ്ക്രിപ്റ്റ് എഴുതി മോഹൻലാലിന്റെ പല സിനിമകളും വന്ന് എഴുതിയിട്ടുണ്ട്. മോഹൻലാലിന്റെ സുഹൃത്തായതുകൊണ്ട് കൂടെ സഞ്ചരിച്ചു. അങ്ങനെ പ്രിയദർശൻ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ മോഹൻലാലിനെ നായകനാക്കി. പക്ഷെ ആ സിനിമയിൽ എനിക്കൊണ്ട് മോഹൻലാൽ നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ശങ്കറാണ് അതിലെ നായകൻ, മോഹൻലാലും ഉണ്ട്, സോമനും ഉണ്ട്. ഇവര് 3 പേര് കൂടിയാണ് അതിലൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ് അത്. പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനൊരു ഹ്യൂമർ കൈകാര്യം ചെയ്തതിന്, അതുവരെയുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ ഹ്യൂമർ കൈകാര്യം ചെയ്ത ഒരു സിനിമ പൂച്ചക്കുരു, അല്ലെങ്കിൽ ഒരു ഹ്യൂമർ ചെയ്യാൻ കുറച്ച് ഫ്ലെക്സിബിൾ ആണെന്ന ആളുകൾക്ക് തോന്നിയ ഒരു സിനിമ പൂച്ചക്കുരു മൂക്കുത്തി തന്നെയായിരുന്നു. പിന്നെ ലക്ഷ്മണരേഖ എന്ന സിനിമയുണ്ട്. അത് IV ശശി ഡയറക്ട് ചെയ്ത സിനിമ. വീണ്ടും മൾട്ടി സ്റ്റാർ പടമാണ്. മോഹൻലാൽ കൂടാതെ മമ്മൂട്ടിയും സീമയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പാവം പൂർണിമ എന്ന ഒരു സിനിമ. ബാലു കിരിയത്ത്, വിസ പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ തുടക്കാലത്ത് ചെയ്തിട്ടുണ്ട്. ബാലുകിരിയത്ത്, അന്ന് ബാലുകിരിയത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഷാജി കൈലാസ്. ഇതിൽ മോഹൻലാൽ, മമ്മൂട്ടി, സുകുമാരി എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ആൾക്കൂട്ടത്തിൽ തന്നെ IV ശശിയുടെ MTയുടെ ഗംഭീര ഒരു സിനിമയാണ്. അതിൽ നായകൻ മോഹൻലാലാണ്. പിന്നെ ഉണ്ണിമേരിയും സീമയും ഒക്കെ ഉണ്ട്. പക്ഷെ മോഹൻലാൽ അതിലൊരു എക്സ്റ്റൻഡ് ക്യാമിയോ എന്ന് പറയാം. എനിക്കൊരു 4-5 സീനുള്ളൂ. പക്ഷെ ഒരു ഗംഭീര റോളാണ് മോഹൻലാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോഹൻലാലിന്റെ ഒരു സിനിമയാണ്. അതിൽ നിങ്ങൾ ആ യൂട്യൂബിലൊക്കെ പല സീൻസ് കാണാം. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും കൂടിയുള്ള ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു കൂടുതലന്ന് കയ്യടി സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു സീനിലൊക്കെ സ്കോർ ചെയ്തിട്ടുള്ളത് മോഹൻലാൽ തന്നെയാണ്. പിന്നെ അടുത്തൊരു സിനിമ വേട്ട.
അത് മോഹൻ രൂപ് എന്ന ഡയറക്ടറാണ് അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മോഹൻലാലും മമ്മൂട്ടി, അടൂർ ബാസി വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് അതിലുള്ളത്. പിന്നെ മനസ്സറിയാതെ എന്ന സിനിമയുടെ സോമൻ അമ്പാട്ട് എന്ന ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നെടുമുടി വേണും സറീന വഹാബുമാണ് പ്രധാനമായിട്ടുള്ള ക്യാരക്ടർ. മോഹൻലാൽ ഒരു ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ്. ദൃശ്യം സിനിമയൊക്കെ ആയിട്ട് ചെറിയൊരു സാമ്യമുണ്ട് എന്നുള്ള പേരിൽ ആ സിനിമ ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല. നിങ്ങൾ യൂട്യൂബിലുണ്ട് ആ സിനിമ, ഒന്ന് കണ്ടുപോകണം. നല്ല ഒരു രസമുള്ള ഒരു സിനിമയാണ്. അതൊരു കന്നഡ സിനിമയുടെ റൈറ്റ്സ് മേടിച്ചിട്ട് ഗിരീഷ് കർണാടിന്റെ ഒരു സിനിമയുടെ റൈറ്റ്സ് മേടിച്ചിട്ട് അവർ ചെയ്തൊരു സിനിമയായിരുന്നു മനസ്സറിയാതെ. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട സിനിമ ഇവിടെ തുടങ്ങുന്നു. ആ ഒരു സിനിമ ശശികുമാർ സാറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു കന്നഡ സിനിമ, ആശ എന്ന് പറഞ്ഞ കന്നഡ സിനിമയുടെ റീമേക്കാണ്. മോഹൻലാലും റഹ്മാനും രോഹിണി ബാലേക്കന്നാനുണ്ട്. അതിൽ ഒരു റിവഞ്ച് ഡ്രാമ എന്ന ഇതിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. അതിൽ മോഹൻലാൽ ഒരു ശക്തമായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ എന്നുള്ള റോള്. ഈ ഒരു സിനിമയാണ് ഇവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കാണ് അന്ന് മോഹൻലാൽ ഒരു നായകനായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ മോഡിലുള്ള ഒരു നായകൻ എന്ന രീതിയിൽ മോഹൻലാൽ ഒരു തുടക്കം കുറിച്ച്. അന്ന് റഹ്മാനും ഈക്വലി താരമൂല്യമുള്ള ഒരു നടനാണ്. അതുകൊണ്ട് മോഹൻലാലിന്റെ മാത്രം സോളോ വിജയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ കൂടി ശശികുമാർ സാറിന്റെ സിനിമകളിൽ മോഹൻലാൽ നല്ലൊരു ശക്തമായിട്ട് റോള് കിട്ടിയത് മോഹൻലാലിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ കാരണമായ സിനിമകളിൽ ഒരു സിനിമ തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്. പിന്നെ കുരിശ് യുദ്ധം എന്ന സിനിമ, അത് ബേബി, ലിസ ബേബി എന്ന് വിളിക്കുന്ന ബേബി അദ്ദേഹം ഡയറക്ട് ചെയ്ത പാപ്പനംകോട് ലക്ഷ്മണ എഴുതിയ സിനിമയാണ്. അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. പ്രേം നസീറും ശ്രീവിദ്യയും മധുവും എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലും അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തിരകൾ എന്നൊരു സിനിമയുണ്ട്. തിരകള് കെ വിജയൻ എന്ന ഡയറക്ടറാണ്. അന്നത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹം. കെ വിജയൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമ. അതിൽ മോഹൻലാൽ, സീമ, ജഗതി ശ്രീകുമാർ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ആ ഒരു സിനിമയിലുള്ളത്. പിന്നെ കിളിക്കൊഞ്ചൽ എന്നൊരു സിനിമയുണ്ട്. അത് വി അശോക് കുമാർ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. അതില് മോഹൻലാലിന്റെ ചേട്ടൻ പ്യാരിലാൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റാണി പത്മിനി, അടൂർ ബാസി, ഇത്രയും പേരാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഇന്നു മുതൽ എന്നൊരു സിനിമയുണ്ട്. അത് ടി എസ് സുരേഷ് ബാബുവാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം റെജി എന്ന പേരിലാണ്, പിന്നീട് കോട്ടയം കുഞ്ഞച്ചനൊക്കെ ചെയ്ത സുരേഷ് ബാബു റെജി എന്ന പേരിലാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. അതിൽ മോഹൻലാൽ കൂടാതെ അതായത് മോഹൻലാലും മമ്മൂട്ടി ഇരിക്കുന്ന കാമിയോ റോൾസ് ആണ് ചെയ്തത്. അതായത് ഞാൻ ആ സിനിമ കുറെ മുമ്പ് കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട റോള് ശങ്കറും മണിയമ്പിള്ള രാജുവും അതുപോലെ തന്നെ അടൂർ ബാസി, ശ്രീനാഥ്, ജഗതി ശ്രീകുമാർ ഇവരൊക്കെയാണ് ആ ഒരു സിനിമയിൽ. മമ്മൂട്ടി മോഹൻലാലും ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രീകൃഷ്ണ പരന്ത്, വിൻസെന്റ് മാഷ് ഡയറക്ട് ചെയ്ത സിനിമ. അതിൽ ഒരു ഹൊറർ സിനിമ എന്ന രീതിയിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ഞാനതൊക്കെ പിന്നീട് ടി വിയിലൊക്കെ, അതിൽ കുമാരേട്ടൻ എന്നൊരു ക്യാരക്ടറാണ് മോഹൻലാൽ ചെയ്തിട്ടുള്ളത്. ആ സിനിമയിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ജഗതി ശ്രീകുമാറും ബാലയ്ക്കനാര്, പിന്നെ അതിൽ കുറെ നായകനും പ്രേതമൊക്കെ ആയിട്ട് കുറെ ഒരു പവിത്ര, ബിന്ദു, കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ആ സിനിമ അന്ന് അതിന്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ പിന്നീട് പലപ്പോഴും ടി വിയിലൊക്കെ വന്നിട്ട്, സ്ഥിരമായിട്ട് ടി വിയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ കുമാരേട്ട എന്ന പ്രേതം വിളിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അടുത്തടുത്ത് എന്ന സിനിമ, സത്യൻ അന്തിക്കാട് ഡയറക്ട് ചെയ്ത സിനിമ. ആ ഒരു സിനിമ ഇപ്പൊ പറഞ്ഞ പോലെ സത്യൻ അന്തിക്കാട് മോഹൻലാലിനെ വെച്ച് പിന്നെ തുരുതുരാ സിനിമകൾ ചെയ്തു. ഇത് മൂന്നാമത്തെ സിനിമയാണ് ഈ വർഷത്തെ. ഇതിൽ ശരിക്ക് റഹ്മാനാണ് അതിലെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയാം. മോഹൻലാൽ ഉണ്ട്, പക്ഷെ തിലകനും അതുപോലെ തന്നെ കരമന ജനാർദ്ദനായ രണ്ട് പേര് അയൽക്കാര്. ഞാൻ ഈ അടുത്ത തന്നെ സിനിമ കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും അയൽക്കാരാണ്. അവരുടെ മക്കളായിട്ടാണ് റഹ്മാനും അതുപോലെ തന്നെ അതിലെ നായിക അഹല്യ എന്ന നായികയൊക്കെ ഉള്ളത്. അതിൽ മോഹൻലാല് എനിക്ക് തോന്നുന്നു അതിൽ ഇവരുടെ ഒരു കോളേജ് അധ്യാപകനായിട്ടോ അതോ അങ്ങനെ എന്തോണം മോഹൻലാലിന്റെ കഥാപാത്രം. മോഹൻലാൽ അല്ല അതിലൊരു നായകൻ, റഹ്മാനാണ് അതിൽ ത്രൂ ഔട്ടുള്ളത്. പക്ഷെ നല്ല ഒരു സിനിമയാണ്. പക്ഷെ അന്നത് അത്ര വലിയൊരു വിജയമല്ലായിരുന്നു എന്നൊരു സിനിമ എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അറിയാത്ത വീതികൾ എന്ന സിനിമയുണ്ട്. അത് കെ സേതുമാധവൻ ഡയറക്ട് ചെയ്ത സിനിമ. വീണ്ടും ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതിൽ മധുവും മോഹൻലാലും മമ്മൂട്ടി, റഹ്മാൻ, രാമചന്ദ്രൻ എല്ലാവരും കൂടിയുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു കൊച്ചു സ്വപ്നം, അത് വിപിൻ ദാസ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. നെടുമുടി വേണു, മോഹൻലാൽ, ഉണ്ണിമേരി, സീമ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ അടിയൊഴുക്കുകൾ, ആ പേര് കേൾക്കുമ്പോൾ അറിയാം അത് ആരായിരിക്കും ഡയറക്ട് ചെയ്തത്. ഐ.വി. ശശിയാണ്. എം.ടി. വാസുദേവൻ നായരാണ്. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും, സീമ, ബാലയ്ക്കൻ നായർ, റഹ്മാൻ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ആ ഒരു സിനിമയിലുള്ളത്. ആ സിനിമയ്ക്കാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മോഹൻലാലും നല്ല ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെയാണ് ഉയരങ്ങളിൽ എന്ന സിനിമ. വീണ്ടും ഐ.വി. ശശിയുടെ സിനിമ, എം.ടി. വാസുദേവൻ നായർ. അതിലൊരു ആന്റി ഹീറോ, എനിക്ക് മോഹൻലാലിന്റെ ഒരു ആന്റി ഹീറോ എന്ന് പറയാവുന്ന ഒരു ബെസ്റ്റ് ക്യാരക്ടർ തന്നെയായിരുന്നു ഉയരങ്ങളിൽ. ആ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. അതിൽ റഹ്മാൻ ഉണ്ട്, രതീഷ് ഉണ്ട്, കുറെ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അതിൽ. പക്ഷെ
മോഹൻലാലിന്റെ ജയരാജ് എന്ന ആ ഒരു ക്യാരക്ടർ എനിക്കൊരു പിന്നീട് ബാസിഗർ എന്നൊരു സിനിമ ഷാറൂഖ് ഖാനൊക്കെ എങ്ങനെയാണോ ഗുണം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. അത് ബോക്സ് ഓഫീസ് എന്ന രീതിയിലല്ല ഞാൻ പറയാം. ബാസിഗർ ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റായിരുന്നു. ഉയരങ്ങളൊക്കെ ബോക്സ് ഓഫീസ് വലിയ ഹിറ്റ് അല്ലായിരുന്നു. പക്ഷെ മോഹൻലാലിന്റെ ഒരു കരിയറിൽ ഉയരങ്ങളിലേക്കുള്ള ഒരു യാത്രയ്ക്ക് അന്നത്തെ ഏതോ ഒരു മാഗസീനിലൊക്കെ ഒരു ആർട്ടിക്കിൾ വന്നതൊക്കെ ഞാൻ പിന്നീട് എവിടെയും സോഷ്യൽ മീഡിയ വായിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് ശേഷം ആ ഒരു വർഷത്തെ ഒരു അവലോകനം അന്ന് ഏതോ ഒരു മാഗസീനിൽ അന്ന് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് മോഹൻലാലിൻ്റെതായിട്ട് 1984 എന്ന വർഷം ഇറങ്ങിയത്. ഇതിൽ നായകനായിട്ടും സഹനടനായിട്ടും വില്ലനായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ഇവിടെ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു സിനിമ അത് തന്നെയാണ് മോഹൻലാലിന്റെ കരിയറിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടുള്ളത്. പിന്നെ പൂച്ചക്കുരു മൂക്കുത്തിയും പറയാം. കാരണം പൂച്ചക്കുരു മൂക്കുത്തി അന്ന് വിജയിച്ചത് കൊണ്ടാണ് പിന്നീട് പ്രിയദർശൻ മോഹൻലാലിനെ വെച്ചിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലത്തെ കോമഡി ടൈപ്പ് ഓഫ് റോൾസ് ചെയ്യാൻ ഒരു ധൈര്യം കിട്ടിയത്. ഒരു പക്ഷേ പൂച്ചക്കുരു മൂക്കുത്തി പരാജയപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ശശികുമാർ എന്ന ഡയറക്ടർ ഇവിടെ തുടങ്ങുന്നു എന്ന സിനിമയ്ക്ക് ശേഷം തൊട്ടടുത്ത വർഷം ഇതുപോലെ 10-ാമതായം പോലത്തെ സിനിമകളൊക്കെ ഇവിടെ മോഹൻലാലിന്റെ ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ രാജാവിന്റെ മകനെ കുറിച്ച് എല്ലാവരും പറയും. പക്ഷെ ഡെന്നിസ് ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് 10-ാമതായമാണ് ശശികുമാർ സാറാണ് മോഹൻലാലിലേക്ക് വെച്ചിട്ട് ആദ്യത്തെ ഒരു വലിയ ഹിറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അത് 85 എന്ന് പറയുന്ന വർഷത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം. എന്തായാലും ഈ 84 വർഷങ്ങളിൽ ഞാൻ കുറെ സിനിമകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഇവിടെ തുടങ്ങുന്നു, ഉയരങ്ങളിൽ, പൂച്ചക്കുരു മൂക്കുത്തി, ആൾക്കൂട്ടത്തിൽ തനിയെ, ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് മോഹൻലാലിന്റെ ക്യാരക്ടേഴ്സും സിനിമകളും. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളും ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസസും നമുക്ക് ഷെയർ ചെയ്യുക.